നമസ്കാരം, വിനയാസ് വേഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു നൊസ്റ്റാൾജിക് വിഭവമായിട്ടാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഒരു തേൻമിഠായിയെങ്കിലും കഴിക്കാത്തവരും ഉണ്ടാവത്തില്ല. സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടിക്കടയിലെ ചില്ലുപാത്രത്തിൽ നോക്കി നാവിൽ വെള്ളം ഊറാത്തവരും ഇല്ല. അന്നൊക്കെ എത്ര മേടിച്ച് കഴിച്ചാലും ഇതിൻ്റെ കൊതി മാറില്ലായിരുന്നു. നമ്മുടെയൊക്കെ പഴയകാല സ്കൂൾ ഓർമ്മകൾ തരുന്ന ഈ തേൻമിഠായി നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിയാലോ? അതുപോലെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പം നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഞാനിവിടെ തേൻമിഠായി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് മിച്ചം വരുന്ന ദോശമാവാണേ. ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള മാവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ അരച്ചു വെച്ചിട്ട് തലേദിവസത്തെ മാവില്ലേ, ആ മാവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പം ഈ ഒരു തേൻമിഠായിയുടെ റെസിപ്പിയിലേക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളറാണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് ഫുഡ് കളറാണ്. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഫുഡ് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതൊരു 1/4 ടീസ്പൂണിൽ താഴെ ചേർത്താൽ മതി കേട്ടോ. നമുക്കൊരു മഞ്ഞ കളർ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കണം, പാനിയാക്കി എടുക്കണം ഇത്. അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ആയി വരട്ടെ. തേൻമിഠായി ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊന്തി വരും. ഇങ്ങനെ 2 വശവും നമുക്ക് മറിച്ചും തിരിച്ചു വിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിൻ്റെ മൂത്തിൻ്റെ കളറൊന്നും പോകാനായിട്ട് നിൽക്കണ്ട. നമുക്കിത് കോരിയെടുക്കേണ്ടതെന്ന്. അപ്പോൾ കണ്ടല്ലോ എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കിക്കേ. നല്ല അടിപൊളിയാണ്, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആകും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ തേനില്ലാത്ത മുട്ടായി എല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനും, നോക്കിയേ അടിപൊളിയല്ലേ. അപ്പം ഇനി നമുക്കിതിൽ തേൻമിഠായി ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ലായനി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പഞ്ചസാര ലായനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ നമ്മുടെ മിഠായി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം നന്നായിട്ടൊന്ന് ആയി വരണം. അപ്പോൾ ഇതിങ്ങനെ ഒരു 10-20 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇതെല്ലാം നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പഞ്ചസാര എത്തത്തുള്ളൂ. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിനി ഒരു 10-20 മിനിറ്റിന് ശേഷം ഇത് നോക്കാവേ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള തേൻമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയൊന്ന് പൊടിച്ചത് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര പൊടിക്കുമ്പോൾ നല്ല പൗഡറായിട്ട് പൊടിക്കേണ്ട കേട്ടോ. കുറച്ച് തരികളിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിതാ ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം.
അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.